നമ്മുടെ ചിക്കനൊക്കെ നല്ല കഴുകി ക്ലീനാക്കി അതിൻ്റെ ചോരമയം എല്ലാം കളഞ്ഞ് ഒരു 6-7 വെള്ളത്തിൽ നമ്മൾ കഴുകി ക്ലീനാക്കിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിക്കകത്ത് ഇച്ചിരി നേരം കൂടെ വെച്ച് എന്തെങ്കിലും അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതും ഒന്ന് നല്ലവണ്ണം കഴുകി എടുത്തിട്ട് തോത്താനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു അരിപ്പയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ പരട്ടിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാവേ. സവാള നല്ല കുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ട്. പിന്നെ 2 പച്ചമുളക് മതി, കാരണം ഇതിന് കുറേ കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വീട്ടിൽ തന്നെ കിട്ടിയത് കൊണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം. പിന്നെ ഒരു ചെറിയൊരു തക്കാളിക്ക് ഇടാം, കാരണം വിനാഗിരിയൊക്കെ ഇടുമ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്കെന്തോ വിനാഗിരിയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു കൊച്ചു തക്കാളിക്ക് ഒരു പുളിക്ക് ലേശം. ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇച്ചിരി തോനെ ഒഴിക്കണം. ഇവിടെ ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് കടുവിട്ട് പൊട്ടിച്ച് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളും വേണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ കയ്യിലൊക്കെ എന്നെ ചട്ടിയാക്കിയിട്ടുണ്ട്, നല്ലൊന്നും വിചാരിക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് വഴണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ വരെ നമ്മളൊന്ന് അടച്ച് വെച്ചൊക്കെ വേവിക്കാം. വഴന്ന് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കുള്ളത് നമുക്ക് തക്കാളിക്കായും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം പച്ചമുളക് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ കുരുമുളക് ശരിക്കും ഇടുന്നത് കൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇത് ചിക്കൻ പെരട്ടായതുകൊണ്ടേ കുരുമുളക് ശരിക്കും വേണം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് നമുക്ക് വഴണ്ടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടച്ച് മൂടി. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും എല്ലാം വഴണ്ട് വന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി മുളക് പൊടി ചേർക്കാവേ. ഞാൻ ഇത് സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്, നമ്മുടെ പിരിയ മുളക് പൊടി. പിന്നെ ഇച്ചിരി കാശ്മീരിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ കളർ കിട്ടും കേട്ടോ. അപ്പം ഇവിടെ പിന്നെ അങ്ങനെ വെറുതെ കാശ്മീരിയൊക്കെ മേടിച്ചിങ്ങനെ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിന് ഒരു പാതി മല്ലിപ്പൊടി കൂടെ ചേർക്കണം. എത്രയാണോ മുളക് പൊടി നമ്മൾ എടുക്കുന്നത് അതിൻ്റെ പാതി മല്ലിപ്പൊടിയും ഇട്ട് ലേശം മഞ്ഞപ്പൊടിയും ഇരിക്കണം കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടിയുടെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഓൾറെഡി പിന്നെ സവാള ഇട്ടപ്പോൾ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്ന നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒക്കെ ആയിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയ സിമ്മിൽ ഇട്ട് കൊടുക്കണം, കാരി ഇടിക്കും. എന്നിട്ട് നമ്മൾ ചിക്കൻ എടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് അതിൻ്റെ ചിക്കൻ നമുക്ക് ഇളക്കി വെക്കണേ. എന്നിട്ടുണ്ടല്ലോ ഒരു ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ, എന്നാലും ചിക്കനോട് നല്ലോണം വെന്ത് വരണ്ടേ. അപ്പോൾ ഒത്തിരി വെള്ളം ആകരുത്, ഒന്ന് ലേശം വെള്ളം ഇട്ടിട്ടുണ്ടല്ലോ. കുരുമുളക് പൊടി നിറച്ചാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം ഇത് ചിക്കൻ പെട്ടെന്ന് ഇച്ചിരി കുരുമുളക് കയ്യിൽ സ്വാദ് മുന്നേ നിൽക്കണം. അതുപോലെ തന്നെ ഞാൻ എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി ഗരം മസാല പൊടിയാണ്. അപ്പോൾ എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പട്ടയും ഗ്രാമ്പും അങ്ങനെ എല്ലാം പൊടിച്ച് വെച്ചോളൂ. അപ്പോൾ അത് ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കണം. ഒരു 10-20 മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം, കാരണം എന്താ പറയുക അടി പിടിക്കും കേട്ടോ. അപ്പം ചിക്കനകത്തൊരു ഇച്ചിരി വെള്ളം ഊറി വരുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് ചിക്കൻ അങ്ങ് വെന്ത് തുടങ്ങും കേട്ടോ. വെന്ത് നമ്മുടെ പേട്ടൊക്കെ റെഡിയാകും. അപ്പോൾ അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ എന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അന്നേരം പിച്ചുന്ന പച്ചക്കറിവേപ്പിലയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുറച്ച് ദിവസം 2-3 ദിവസം ആയതാണ് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ പെട്ട് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പം നമ്മുടെ ചിക്കൻ പട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ തൊട്ടുനൊക്കെ എൻ്റെ ഒരു ശീലമായി പോയി. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയും കുരുമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇച്ചിരി എരിവൊക്കെ കൂടുതൽ എന്നാലും സാരി കേട്ടോ. അപ്പം എന്താ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ പട്ടിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.